സോ ഞാൻ ഈ കൂട്ടക്കൊലപാതകത്തിന്റെ വാർത്ത ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കരുത്. ചില സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ടെൻഷനാകുമ്പോൾ ഒരാളെ രണ്ടാളെ ചിലപ്പോൾ തലക്കടിച്ചു കൊന്നു എന്നൊക്കെ ചില മാനസിക പെട്ടെന്ന് വരാം. ഇതങ്ങനെയല്ല. ഏകദേശം ഒരു കൊലപാതകം കഴിഞ്ഞ് 15 കിലോമീറ്റർ വീണ്ടും ബൈക്കിൽ സഞ്ചരിച്ച് വീണ്ടും അടുത്ത ഈ സഞ്ചരിക്കുന്ന സമയങ്ങളെങ്കിലും ഇയാളെ മനസ്സിലൊരു മാറ്റം ഉണ്ടാവില്ലേ? എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത്? ഇതിൻ്റെ ഒരു പ്രതിവിധി എന്താണ്? ഇതിലേ ഇത് ഈ നമ്മുടെ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിൻ്റെ ഒരു പ്രസ്താവന ഇന്ന് പത്രങ്ങളിൽ കൊടുക്കണ്ടായി. അദ്ദേഹം പറയണത് കേരളത്തിലെ ഗാർഹിക കൊലപാതകങ്ങൾ കൂടി വരികയാണ്. 80 മുതൽ 90% വരെയുള്ള ഗാർഹിക കൊലപാതകങ്ങളുടെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ലഹരിയുടെ ഉപയോഗമാണെന്നുള്ളതാണ്. ഈ ലഹരിയുടെ ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് പെട്ടെന്നുണ്ടാകുന്ന കാരണങ്ങളാണ് കൊലപാതകത്തിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇത് മുൻകൂട്ടി തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. പിന്നെ ഈ ഒരു ലഹരിയുടെ ഇപ്പോൾ ഈ കൊലപാതകം വന്നപ്പോൾ പൊതുവേ വന്ന ചർച്ച പോലീസിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള കുറവൊക്കെ. എനിക്ക് തോന്നുന്നത് കേവലം പോലീസിന്റെ ഒരു ഇടപെടലിന്റെ കൊണ്ട് മാത്രം ഇത് പരിഹരിക്കാൻ കഴിയില്ല. പോലീസ് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതൊരു സാമൂഹിക വിപത്താണ്. ഇപ്പോൾ മുമ്പ് നമ്മുടെ നാട്ടിൽ സ്ത്രീധനമൊക്കെ പറഞ്ഞു വാങ്ങിയിരുന്നു ഇത്ര വേണമെന്നൊക്കെ. ഇന്ന് നമുക്ക് പറയാൻ പോലും കഴിയാത്തത്ര മടിയായി. സ്ത്രീധനം ചോദിക്കുന്നത് ഒരു സാമൂഹികപരമായി തെറ്റാണെന്നൊരു ബോധത്തിലേക്ക് എത്തി. അന്നും സ്ത്രീധനം വാങ്ങുന്നതിനെതിരെ കുറ്റകരമായ കേസൊക്കെ എടുക്കാൻ വകുപ്പുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ അതില്ലാതായി. അതുപോലെ തന്നെ ഈ ലഹരിക്കെതിരെ ആത്മാർത്ഥമായ വലിയ ജനകീയ പ്രതിരോധം എല്ലാ നാട്ടുമ്പുറങ്ങളിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ മാത്രമാണ് ഈ ഒരു വലിയ കെണിയിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.